ആ കുഞ്ഞാക്കേ എവിടെ നിങ്ങള് കൊറേ ആളെ കണ്ടിട്ട് നിങ്ങൾ മക്കാനി തുറക്കലൊന്നുമില്ലേ? അപ്പൊ റംസാൻ മാസം ആയത് ഈ അറിഞ്ഞില്ല ഉണ്ണിയെ. അത് ശരിയാണല്ലോ. റംസാൻ മാസമായിട്ട് നിങ്ങളെ കൂട്ടരൊക്കെ പീടി തുറക്കണ്ടല്ലോ. തുറക്കണോല് തുറന്നോട്ടെ, നോമ്പില്ലാത്തവരല്ലേ എന്തെങ്കിലുമൊക്കെ തിന്നും കഴിക്കുകയും ചെയ്യുള്ളൂ. അതും ശരിയാണ്, ഉള്ളവരൊന്നും കഴിക്കില്ലല്ലോ. പിന്നെ കുഞ്ഞാൻ തുറക്കല്ല, അത് ചെറുപ്പം മുതലേയുള്ള ശീല. വാപ്പ മൂത്താപ്പാരെ കാലത്ത് തുടങ്ങിയ മക്കാനിയാണല്ലോ, ആ കാലത്തേ അത് തുറക്കല്ല. കുഞ്ഞാക്ക നോമ്പ് 10-15 ആയില്ലേ? ഇനിയിപ്പോ ഒരു മാസങ്ങള് തുറന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടല്ലേ? നഷ്ടം ലാഭമൊക്കെ ആരാണ്ട് ഉണ്ണിയെ തീരുമാനിക്കുക. ഈ 11 മാസവും കുഞ്ഞാൻ കച്ചവടം ചെയ്യലുണ്ട്. ഒരു ലീവോ ഒഴിവോ കുഞ്ഞാൻ എടുക്കലില്ല. 12 മാസത്തേക്ക് തിന്നാനും കുടിക്കാനും കുടുംബത്തിലെ വരായിയും ഒക്കെ ആയിട്ട് അവിടുന്ന് കിട്ടാനുള്ളത് കിട്ടലുണ്ട്. ഈ ഒരു മാസം അത് നിന്റെ ആഗ്രഹത്തിലേക്കുള്ളതാണ്. അപ്പൊ ഈ ഒരു മാസം വാടക നിങ്ങൾ എവിടെ നിർത്തിട്ടാ കൊടുക്കുക? വാടക ഇജ്ജ് കണ്ടിണ്ടാവില്ല. എൻ്റെ അച്ഛൻ ഗോപാലേട്ടൻ അറിയാം, അതൊരു ഓലപ്പരി ഇനി പണ്ട് ആ മക്കാനി നമ്മളെ അപ്പുണ്ണിമേനോൻ്റെ ഇനിയാണ്. ആ കാലത്തും റംളാൻ കാലത്തും ഒരു വാടക വാങ്ങില്ല. ഉണ്ണിമേനൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം അത് അയാളെ മോൻ സുരേന്ദ്രമേനോൻ്റെ ഇനി. മൂപ്പരും എന്നോട് വാടക വാങ്ങില്ല റംളാൻ മാസം കാലത്ത്. പിന്നെ നിങ്ങളെ മണ്ഡലം 41-ന് ആ ദിവസങ്ങൾ മുഴുവനും സുബൈ ബാങ്കിന്റെ മുന്നേ കുളിച്ച് വന്നിട്ടല്ലാതെ അടുപ്പിൽ ഞാൻ തീപ്പോട്ടല്ല. അനക്കറിയാലോ, ജിം മലക്ക് പോകുമ്പോ അവിടെ കയറി ചായ കുടിക്കണതല്ലേ. ഒരു കൂട്ടാൻ കയ്യിലെടുത്തിട്ട് വേറൊരു കൂട്ടാനിൽ ഞാനിട്ട് ഇടലുമില്ല. കാരണം എന്താണ്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇടങ്ങേറും ഉണ്ടാകരുത്. ആ വിശ്വാസത്തിലാണ് കുഞ്ഞാൻ്റെ മക്കാനിയിൽ വന്നിട്ട് ആൾക്കാർ ചായ കുടിക്കണം. ഇതൊക്കെ നാട്ടുകാർക്ക് വാപ്പാൻ്റെ കാലം മുതലേ ഉള്ളൊരു വിശ്വാസമാണ്. ഞാനൊന്നും അത് നിലനിർത്തി പോരുന്നു. പിന്നെ എൻ്റെ വാപ്പാക്ക് കൊടുത്ത വാക്കല്ലേ. ആ ഉണ്ണിയെ വിജയത്തിലേക്കുള്ള വിളി വന്നിക്കണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എന്നാ ശരി ഞാക്ക.